എന്തോരം പുസ്തകങ്ങളാ. ചേച്ചി ഇവിടെ വന്നിരിക്കുകയായിരുന്നോ? ഞാൻ താഴെ മുഴുവൻ കിടന്ന് അന്വേഷിക്കുകയായിരുന്നു. നിനക്കെന്താ ഇവിടെ കാര്യം? ചേച്ചി പടമുള്ള പുസ്തകമുണ്ടോ ചേച്ചി? നീ എന്റെ ചോദ്യം വെക്കിപ്പോ. ജെയിംസിന്റെ കയ്യിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ടല്ലോ. ഞാൻ ഒരെണ്ണം വായിക്കാൻ എടുക്കുകയായിരുന്നു. നിന്റെ ഫോട്ടോ കത്തിച്ചു കളയാൻ പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചു, സാധിച്ചില്ല. ആ ഫോട്ടോ കത്തിച്ചു കളഞ്ഞാലും എന്റെ മനസ്സ് മുഴുവൻ നീ നിറഞ്ഞു നിൽക്കും. എപ്പോ വന്നു? ഇന്നലെ. വീട്ടില് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. നിങ്ങളേതാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഈ ഹോട്ടൽ എന്റേതാണ്. ഇപ്പോഴും പഴയതുപോലെ തന്നെ നല്ല പിരിവാണ്. ഇത് ഹോട്ടലല്ല, ആശുപത്രിയാ. നമ്മളൊക്കെ ഇവിടുത്തെ രോഗികളാണ്. നിങ്ങൾക്ക് എന്താണ് സൂക്കേട്? വട്ട്. അയ്യോ, ഭ്രാന്തനാണ്. എന്നാ ഞാൻ പോവാ. ഭ്രാന്തന്മാർക്ക് സ്വബോധം ഉണ്ടായില്ല. ഇത് സ്വബോധമുള്ള ഭ്രാന്ത, പേടിക്കണ്ട. ഞാനൊരു ചോദ്യം ചോദിച്ചാ ഉത്തരം പറയുമാ? ചോദിക്കേ, അറിയാവുന്നേ പറയാം. ഏറ്റവും സൗന്ദര്യമുള്ള അവയവം ഏതാണ്? വേറൊരു ചോദ്യം, കാമുകിക്കാണോ ഭാര്യയ്ക്കാണോ കൂടുതൽ സ്നേഹം? എനിക്കാണ്. ഞാൻ 4 പെണ്ണുങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. 4 ഞാനിവിടെ ഉണ്ടെന്ന് പറയല്ലേ. ആ മുട്ട ഇങ്ങോട്ട് വന്നോ. മുട്ട ഞാനല്ല, നിന്റെ അപ്പനാണ്. ഇങ്ങനെ ഒരു പ്രേതമുണ്ടോ? എല്ലായിടത്തും ഓടിന. ഇനിയും അനുസരിച്ചില്ലെങ്കിലേ നിന്നെ ഞാൻ പൂട്ടും. ഞാൻ ചെന്നിട്ട് വിവരത്തിന് കത്തയക്കാൻ കേട്ടാ. ഞാൻ ജെയിംസിന്റെ അടുത്ത് വന്നോ? പാവം, നല്ലൊരു ഹോട്ടൽ ബിസിനസ്സുകാരനാണ്. ഇതൊരു ഭ്രാന്താശുപത്രിയാണോ ഡോക്ടർ? അല്ല, ഒരു സാധാരണ നഴ്സിംഗ് ഹോമാണ്. ജനിച്ചിരിക്കൂ. എനിക്ക് ചിലതൊക്കെ അറിയണമെന്നുണ്ട്. പറയാവുന്നതാണെങ്കിൽ പറയാം. പുറത്തുള്ളവരോട് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും കാണും. പക്ഷെ അത് ഒരു ഡോക്ടറോട് പറയാവുന്നതാവും. ഡോക്ടർക്ക് എന്താ അറിയേണ്ടത്? വിവാഹത്തിന് നിങ്ങൾ വിസമ്മതിക്കുന്നത് ഏതോ പ്രേമനൈരാശ്യം കൊണ്ടാണെന്ന് ജോണി പറയുന്നു. എന്താ വല്ല വാസ്തവുണ്ടോ? സത്യം വേണ്ടേ പറയാൻ? അതല്ലേ നല്ലത്. എന്നാ പറയാം. ഞാൻ സ്നേഹിച്ച പെൺകുട്ടി ഇന്ന് മറ്റൊരുത്തന്റെ ഭാര്യയാണ്. അവരെ ഓർത്ത് വേദനിച്ച് ജീവിതം കളയുന്നത് ബുദ്ധിശൂന്യതയല്ലേ? ഞാൻ എന്റെ ജീവിതം കളഞ്ഞിട്ടില്ല. ഈ ഓർമ്മകൾ കൊണ്ട് തന്നെ ഞാൻ സമ്പന്നനാണ്. അതിന്റെ വേദന എനിക്ക് എപ്പോഴും സുഖമാണ്. വേദനയുടെ സുഖമാണ് ഭൂമിയിലെ ഏറ്റവും വലിയ സുഖം.
സ്നേഹിക്കുന്നവരെ കുറിച്ച് ഓർക്കുന്നത് സുഖമാണ്. പക്ഷേ ശത്രുവിനെ കുറിച്ച് ഓർക്കുന്നതിൽ എന്താണ് സുഖം? നിങ്ങൾ കൊടുത്ത സ്നേഹം അവർ തിരിച്ചു തന്നില്ല. കൂടുതൽ പണവും കൂടുതൽ സൗന്ദര്യമുള്ളവനെ കണ്ടപ്പോൾ അവൾ അയാളുടെ പുറകെ പോയി. ആ അവളെ നിങ്ങൾ വെറുക്കാൻ പഠിക്കണം. ഡോക്ടർക്ക് അവളെ അറിയാത്തതുകൊണ്ടാണ്. എനിക്കറിയണമെന്നില്ല. അത്തരമൊരു പെൺകുട്ടിയെ കുറിച്ച് അറിയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ജെയിംസ് ഒറ്റയ്ക്കൊന്നും മുഷിയില്ലല്ലോ? ഇല്ല, നേരം എന്റെ കുറപ്പ്. വെരി ഗുഡ്. ഞാൻ പിന്നീട് വരാം. ആശുപത്രിയിൽ നിന്ന് ജെയിംസ് എന്ന് വരുമെന്നാണ് ജോണി പറഞ്ഞത്. ഒരാഴ്ച കഴിഞ്ഞ് വരുമെന്നാ പറഞ്ഞു കേട്ടത്. അവൻ കൂട്ടുകാരന് വേണ്ടി ചാകാൻ നടക്കുന്നു. ഇതിലും വലിയ കൂട്ടുകെട്ടുകള് പൊട്ടിപ്പോയിരിക്കുന്നു. ജീവന തുല്യം സ്നേഹിച്ച പെണ്ണുവരെ പിരിഞ്ഞുപോയെന്നല്ലേ പറഞ്ഞത്. ഞങ്ങളുടെയൊക്കെ കാലത്ത് കല്യാണം കഴിയുന്നതിന് മുമ്പ് പുരുഷന്റെ മുഖത്ത് നോക്കാൻ കഴിയില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാണെന്നോ ഞാൻ ജോണിയുടെ അപ്പന്റെ മുഖം തന്നെ ഒന്ന് കാണുന്നത്. വാസ്തവത്തിൽ ഈ ആണുങ്ങൾ പാവങ്ങളാണ്. പെണ്ണുങ്ങളെ കൊണ്ട് എത്ര പെട്ടെന്ന് മറക്കാനും ഒളിക്കാനും കഴിയുന്നു. പക്ഷേ ഈ കുരിശ് മുഴുവൻ ജോണി ചുമക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് നീ അവനോടൊന്ന് പറയണം. മിസ്റ്റർ ജെയിംസിന്റെ കാര്യത്തിൽ എനിക്കിതുവരെ ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല. വ്യത്യസ്തമായ കാരണങ്ങളാണ് അയാൾ പലപ്പോഴും പറയുന്നത്. അത് തന്നെ മാനസിക രോഗത്തിന്റെ പ്രധാന ലക്ഷണമാണല്ലോ. ജെയിംസ് വായിക്കുന്ന പുസ്തകങ്ങൾ അധികവും ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ടവയാണ്. കോളേജിലിരുന്ന കാലത്ത് അയാൾക്കതൊന്നും താല്പര്യമില്ലായിരുന്നാണ് ജോണി പറഞ്ഞത്. മാനസികമായി അയാൾ കൂടുതൽ ഉയർന്നു എന്നല്ലേ അത് തെളിയിക്കുന്നത്? ആയിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് മറ്റേതോ ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അയാൾ ഈ പുസ്തകങ്ങൾ അഭയം തേടുന്നത്. ജോണി ഒഴിച്ച് അയാൾക്ക് സുഹൃത്തുക്കൾ ആരും ഇല്ലാത്തതാണ് വലിയ ബുദ്ധിമുട്ട്. ബാങ്കിൽ പോലും അയാൾ ഒറ്റപ്പെട്ടവനെ പോലാണല്ലോ കഴിയുന്നത്. ഏതായാലും ജെയിംസുമായി ഞാൻ ഒന്നുകൂടി സംസാരിക്കട്ടെ. ഒരുപക്ഷെ മുമ്പ് പറയാത്ത പുതിയ കഥകൾ എന്തെങ്കിലും കിട്ടിയാലോ? ശരിയാണ്. എന്തൊരു ശല്യമായത്! എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അതെന്നോടല്ലേ പറയേണ്ടത്? മരുന്ന് കഴിക്കേണ്ടത് രോഗികളല്ലേ? എന്റെ ഡ്യൂട്ടി നിങ്ങളെ കൊണ്ട് മരുന്ന് കഴിപ്പിക്കുക എന്നുള്ളതാണ്. എനിക്ക് രോഗമില്ല. അത് ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത്. എന്റെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പോഴേ മരുന്ന് കഴിക്കൂ. തീരുമാനമൊക്കെ നമുക്ക് പിന്നെ ആവാം. അത് നീ നിന്റെ കാമുകനോട് പറഞ്ഞാൽ മതി. അനാവശ്യം പറയുന്നു. ഞാൻ കുടുംബത്തിൽ പറഞ്ഞോളാ. ഞങ്ങളെയൊക്കെ പെറ്റിട്ടത് റോഡില. കാര്യമായ അസുഖമൊന്നുമില്ലെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. അത് വെറുതെയാ. അങ്ങേരൊരു പഴയ കാമുകനാ. ഈ ഗുളിക കഴിക്കൂ. എനിക്ക് വേറെ ജോലിയുണ്ട്. ഓ, കാമുകൻ വരാൻ നേരമായല്ലേ? ഇതെങ്ങനെ അറിഞ്ഞു? ആദ്യത്തെ കാമുകനുമായി നീ പിണങ്ങിയത് വലിയ തെറ്റായിപ്പോയി. അതുമറിയാമോ? അറിയാം. ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം എനിക്കറിയാം. അയാളുടെ സ്വഭാവം മഹാമോശമായിരുന്നു. നിനക്ക് മറ്റൊരാളുമായി സ്നേഹമുണ്ടെന്ന് പറഞ്ഞല്ലേ അയാൾ പിണങ്ങിയത്?